സ്റ്റഡി സ്പേസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ നേരിടാം എന്നുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മുടെ ഈ പുതിയ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്സ് എക്സാമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഏതൊക്കെ പോർഷൻസ്, ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്, ക്വസ്റ്റ്യൻസൊക്കെ ഏതൊക്കെ രീതിയിൽ കവർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. അതിൽ നിന്നും നമുക്ക് തോന്നിയ, അതായത് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാം എന്ന് നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഈ മാത്സിൻ്റെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ആകെയുള്ള മാർക്ക്, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിനകത്ത് ഒരു 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ടോട്ടൽ 80 മാർക്കിലാണ് അപ്പോൾ വരുന്നത്. ദെൻ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് 7 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് നമ്മൾ 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. ദെൻ സെക്കൻഡ് പാറ്റേൺ അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ളത്. അതിനകത്ത് നമ്മൾ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പിയർ ചെയ്യണം. ദെൻ ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. ദെൻ തേർഡ് സെറ്റ് എന്ന് പറയുന്നത് 7 ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോന്നിനും 6 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ 80 മാർക്കിന് വേണ്ടിയായിട്ടാണ് നമ്മൾ എക്സാം അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ചാപ്റ്ററുകളിലൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ്. ഇതിനകത്ത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൊരു സാധ്യത ഇതിനകത്തുണ്ട്. ഇതൊരു അത്ര ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ ഒരു സെറ്റ് തന്നിട്ട് അത് റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊന്ന് ചോദിക്കും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സെറ്റ് തന്നിട്ട് അത് 1-1 ആണോ 1-2 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനായി മാറുകയുള്ളൂ. ദെൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ഫംഗ്ഷൻ, ബൈനറി ഓപ്പറേഷൻസ്. ഈ ചാപ്റ്ററിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പോർഷൻസിൽ കൂടെയൊക്കെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പാസ് ചെയ്ത്. ഇതിനകത്ത് കൂടുതൽ എക്സാമ്പിൾ കാണിക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇത് അത്ര ടഫായിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്, അതായത് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി ഫംഗ്ഷൻ. 4 മുതൽ 5 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി ഫംഗ്ഷൻ. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് 6 ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫും അതിൻ്റെ ബിഹേവിയറും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അതിൻ്റെ റേഞ്ച്, ഡൊമൈൻ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ കുറച്ച് റിസൾട്ടുകൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത് വളരെ വൃത്തിയായിട്ട് അത് പഠിച്ചിരിക്കണം. അതിനുശേഷം ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനുള്ള ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് tan 1 1/2 + tan 1 2/11 = tan 1 3/4. ഇത് പ്രൂവ് ചെയ്യാനുള്ള പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ 2 sin 1 3/5 = tan 1 24/7. ദെൻ സോൾവ് tan 1 2x + tan 1 3x = 3/4. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് 2 tan 1 cos x = tan 1 2 cosec x. ഓൾസോ ഇവിടെയും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മളൊരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനുള്ള ടൈപ്പ്, ദാറ്റ് ഈസ് tan 1 cos x / 1 - sin x. ഇതിനകത്ത് നമുക്ക് എക്സിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -3/2 x π/2. ഇതൊക്കെ നമ്മളൊരു ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതാണ്. ഇങ്ങനെയുള്ള ടൈപ്പുകൾ മാക്സിമം ചെയ്ത് പഠിക്കുക. ഇതിനുവേണ്ടി നമുക്ക് അറിയേണ്ടത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു കുറച്ച് റിസൾട്ടുകളുണ്ട്, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ 3 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കിപ്പോൾ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എക്സാമിന് ചോദിക്കുന്നത് 15 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ, 2 മെട്രിക്സുകൾ ഇക്വേറ്റ് ചെയ്യാൻ, മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യാം, അതിനുശേഷം ട്രാൻസ്പോർട്സ് ഓഫ് എ മെട്രിക്സ്, അതിന് വെരിഫൈ ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം, നോക്കാതിരിക്കരുത്.
പക്ഷേ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. നമുക്കറിയാം എ ട്രാൻസ്പോർട്ട് ഈക്വൽ ടു എ ആണെങ്കിൽ അത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. എ ട്രാൻസ്പോർട്ട് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അതൊരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനെ സം ഓഫ് എ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന പേരിൽ എഴുതാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോർട്ട്സ് എന്ന് പറയുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആണ്, പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോർട്ട്സ് എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു മെട്രിക്സിനെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ സിമ്മട്രിക് മെട്രിക്സ് ആയിട്ടും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആയിട്ടും എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് മസ്റ്റായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് എന്ന് പറയുന്നത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ, ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതിന് നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിനകത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 3 പോയിന്റുകൾ കൊളീനിയർ ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് മനസ്സിൽ ഓർത്തിരിക്കുക. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉണ്ട്. അതിൻ്റെ 3-4 കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് അത് പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. അതിനുശേഷം വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിറ്റർമിനൻ്റ് 1 1 1 എ ബി സി എ ക്യൂ ബി ക്യൂ സി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് അറിഞ്ഞിരിക്കണം. വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ്. ഈസി ആയിട്ട് നമുക്കൊരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ സെക്കൻഡ് എലമെൻ്ററി ഓപ്പറേഷൻ വെച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന രീതിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അതായത് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരും. ദെൻ അത് 3x, ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. 3x മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു 8, 2x പ്ലസ് y മൈനസ് z ഈക്വൽ ടു 1, 4x പ്ലസ് മൈനസ് 3y പ്ലസ് 2z ഈക്വൽ ടു 4. ഇതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് ദ സെറ്റ് ഓഫ് ഇക്വേഷൻ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി, ഈ രീതിക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്ന് എ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം, എയുടെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് അഡ്ജോയിൻറ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. എ ഇൻവേഴ്സ് അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ, ദെൻ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അടുത്ത ചാപ്റ്റർ 5 ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഫസ്റ്റ് അതിനകത്ത് കണ്ടിന്യൂറ്റിയുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ആകെ അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു ആ ഒരു പർട്ടിക്കുലർ തന്നിരിക്കുന്ന ഒരു വാല്യൂവിൻ്റെ എഫ് ഓഫ് എ എന്ന് പറയുന്ന കാര്യം. ദാറ്റ് ഈസ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എ ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് അറ്റ് എ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഈ പറയുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 3x മൈനസ് 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. ഇതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞതിന് ശേഷം അത് അപ്ലൈ ചെയ്തുകൊണ്ട് കെയുടെ വാല്യൂ, ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ചാപ്റ്റർ 5ൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് കണ്ടിന്യൂറ്റിക്ക് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡിഫറൻഷ്യബിലിറ്റിയിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഏതൊക്കെയാണ്, എവിടെ നിന്ന് വരും എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഈ ടോട്ടൽ ഈ ചാപ്റ്റർ 5ൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ചോദിക്കുന്നത്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ മെട്രിക്സ് പോലെ തന്നെ ഈ പറയുന്ന ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എക്സാമ്പിൾ 2x പ്ലസ് 3y ഈക്വൽ ടു സൈൻ വൈ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100. ഇതിൻ്റെയൊക്കെ dy/dx കാണാനാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇംപ്ലിസിറ്റ് മീൻസ് എക്സും വൈയും ടുഗദറായിട്ട് വന്നേക്കുവാണ്. അതായത് ആ പറയുന്ന ഇക്വേഷനിൽ തന്നെ എക്സിൻ്റെയും വൈയുടെയും സാന്നിധ്യമുണ്ട്. സോ അതിൽ നിന്ന് dy/dx കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 2 സൈഡും, അതായത് 2x പ്ലസ് 3y ഈക്വൽ ടു സൈൻ വൈയിലെ നമ്മൾ ത്രൂ ഔട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വൈയുടെ സ്ഥാനത്ത് വരുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു dy/dx കൂടെ ഇടുക. അതിനുശേഷം dy/dx സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനാണ്. നമ്മൾ ഓൾറെഡി ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഇതിനു വേണ്ടി നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ കുറച്ച് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് tan 2x, sin 2x, cos 2x,
ടാൻ 3x കോസ് 3x എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കണം. അതിനുശേഷം y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1-x²/1+x², ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇൻവേഴ്സ് ടൈപ്പിൻ്റെ, അതായത് ഞാൻ പറഞ്ഞ ടാൻ 2x കോസ് 2x അങ്ങനെയുള്ള ലിസ്റ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ ഇതൊരു വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ്. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1-x²/1+x², ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾക്ക് ഇത് പരിചയപ്പെട്ടിട്ടുണ്ടാവും സ്കൂളിലും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. അതിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് y ഈക്വൽ ടു log x റേസ് ടു cos x, x റേസ് ടു y പ്ലസ് y റേസ് ടു x ഈക്വൽ ടു 1, y റേസ് ടു x ഈക്വൽ ടു x റേസ് ടു y, e റേസ് ടു x മൈനസ് y ഈക്വൽ ടു x റേസ് ടു y, ദെൻ dy ബൈ dx ഈക്വൽ ടു log x ബൈ log x². ഇവിടേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ചെയ്ത് തരും. അതായത് y ഈക്വൽ ടു log x റേസ് ടു cos x ആകുമ്പോൾ ഫസ്റ്റ് കണക്കിൽ രണ്ട് സൈഡും ലോഗ് കാണുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ ലോഗ് കാണുക, അതിനുശേഷം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ x റേസ് ടു y പ്ലസ് y റേസ് ടു x ഈക്വൽ ടു 1ൽ ഓരോന്നായിട്ട് എടുക്കുക. x റേസ് ടു yന് u എന്ന് കൊടുക്കുക, y റേസ് ടു xന് v എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോഗ് കാണുക, അതിനുശേഷം അത് സം ചെയ്ത് എഴുതുക. ദെൻ y റേസ് ടു x ഈക്വൽ ടു x റേസ് ടു y, രണ്ട് സൈഡിൽ ലോഗ് കാണുക, ദെൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ e റേസ് ടു x മൈനസ് y ഈക്വൽ ടു x റേസ് ടു y, ഈ കണക്കിന് ലോഗ് രണ്ട് സൈഡിലും ബോത്ത് സൈഡിൽ ലോഗ് കണ്ടതിന് ശേഷമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് എക്സും വൈയും സെപ്പറേറ്റ് ആയ ഒരു മൂന്നാമതായ ഒരു വേരിയബിളിൽ തരും. ഇവിടെ നമുക്കൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, x ഈക്വൽ ടു a² y ഈക്വൽ ടു 2at. ഇവിടെ എക്സും വൈയും അല്ലാതെ നമുക്ക് മൂന്നാമതൊരു പാരാമീറ്റർ വന്നിരിക്കുകയാണ്, അതായത് വേരിയബിൾ വന്നിരിക്കുകയാണ് t എന്ന് പറയുന്നത്. dy ബൈ dx കാണുന്നതിന് വേണ്ടി ഫസ്റ്റ് dx ബൈ dt കാണുക, ദെൻ dy ബൈ dt കാണുക, അതിനുശേഷം dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt കാണുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഇവിടെയൊക്കെ dy ബൈ dx കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് d² ബൈ dx² കാണാൻ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പാരാമെട്രിക് ഫോമിൻ്റെ തന്നെ dy ബൈ dx നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിൽ നിന്നും d² ബൈ dx² ചെയ്യും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ മീൻ വാല്യൂ തിയറും അതുപോലെ റോൾസ് തിയറത്തിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10 മാർക്ക് ഈ പാഠത്തിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ആണ്, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. നമ്മൾ പഠിച്ച ഡിഫറൻഷ്യബിലിറ്റിയുടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചാപ്റ്റർ. 7 മാർക്കിനാണ് ഇതിനകത്ത് നിന്ന് മാക്സിമം ചോദിക്കാറ്. അതിനകത്ത് കുറച്ച് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ പ്രോബ്ലം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ വരുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി. ഇത് വഴിക്കണക്കാണ് കൂടുതലും വരാറ്. ഈ വഴിക്കണക്കിൽ നിന്ന് നമ്മൾ അവിടുത്തെ പാരാമീറ്റർ അല്ലെങ്കിൽ വേരിയബിൾ ഏതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് കുറച്ച് ഏരിയ, സർഫസ് ഏരിയ, വോളിയം എന്ന് പറയുന്ന കുറേ പാരാമീറ്ററുകളുണ്ടല്ലോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. വേരിയബിൾ നമ്മൾ കണ്ടെത്തണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏരിയ, സർഫസ് ഏരിയ, വോളിയം എന്നുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കണക്ക് ചെയ്യുന്നതിന് വേണ്ടി. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഫംഗ്ഷനാണ്. മോസ്റ്റ് ടൈംസും നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. മോസ്റ്റ് ടൈപ്സും അതിനകത്ത് വൺ ഓഫ് ദ എക്സാമ്പിൾ എന്ന് പറയുന്നത് f(x) = 2x³ - 3x² - 36x + 7 എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അതിനുശേഷം ഏതാ ഈ എക്സിൻ്റെ ഒരു റേഞ്ചിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള രീതിയിലുള്ള കണക്ക് ഏറ്റവും കൂടുതൽ സമയം ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ദെൻ എന്ന് പറയുന്നത് ടാൻജൻസ് ആൻഡ് നോർമൽസ്, അങ്ങനെ അവിടെ നിന്ന് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, സ്ലോപ്പ് ഓഫ് നോർമൽ, ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അപ്രോക്സിമേഷൻ. ദെൻ ലാസ്റ്റ് വൺ മാക്സിമം ആൻഡ് മിനിമം. മാക്സിമം ആൻഡ് മിനിമം എന്ന് പറയുന്നത് വേർഡ് പ്രോബ്ലം ആണ്. 4 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ആൻഡ് മിനിമം. ഈ മാക്സിമം ആൻഡ് മിനിമം തന്നെ ലോക്കൽ മാക്സിമം ഉണ്ട്, ലോക്കൽ മിനിമം ഉണ്ട്, അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്, അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വേർഡ് പ്രോബ്ലം ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് പഠിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എക്സാമിന് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ, അതുപോലെ മാക്സിമം ആൻഡ് മിനിമം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതൽ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ 7 ആണ്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ആണ്. 13 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽ. അല്ലെങ്കിലും +2 മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ചാപ്റ്ററുകളിലൊന്നാണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് പോർഷൻസിലൂടെ നമുക്ക് പാസ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇതിലൊക്കെ ഉപരി നമ്മൾ ഈ പോർഷനിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പായിട്ട്
നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നമുക്കറിയാം, അത് നമ്മൾ പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ മാത്രമാണ് ഈ പറയാൻ പോകുന്ന എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഇതുപോലെ തന്നെയാണ് ഡിഫറൻസിയേഷനിലും, അവിടെയും ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സാമ്പിളുകൾ ഇൻ്റഗ്രൽ 1/x പ്ലസ് എക്സ് ലോഗ് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1+x² ഡി എക്സ്. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഏത് ഫംഗ്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. അതുമാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളൂ. അത് നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് നമുക്ക് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ്, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ നമ്മൾ +1 പഠിച്ചിട്ടുള്ള സം ഓഫ് 2 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, അതായത് sin 2x പ്ലസ് sin a പ്ലസ് sin b, അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ പോർഷൻ കവർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടെ പാസ് ചെയ്യുക. രണ്ടാമത്തെ ആയിട്ടുള്ളത് സം സ്പെഷ്യൽ ഇൻറ്റഗ്രൽ ഉണ്ട്, അതായത് 6 സെറ്റ് ഓഫ് ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലൈക്ക് ഇൻറ്റഗ്രൽ dx ബൈ x² മൈനസ് a² ഒരു ഡെഫിനീഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 6 സെറ്റ് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അത് തറവായിട്ട് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇൻ്റഗ്രൽ dx ബൈ x² മൈനസ് 6x പ്ലസ് 3, ഇൻ്റഗ്രൽ 5x3 ഡിവൈഡഡ് ബൈ √(x² പ്ലസ് 4x പ്ലസ് 10, ഇൻ്റഗ്രൽ x പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx. ഇതിനകത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സം സ്പെഷ്യൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു 6 സെറ്റ് ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് വൺ, അതായത് ഇൻ്റഗ്രൽ x പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 നമ്മൾ ഈ ഇൻ്റഗ്രൽ, അതായത് ഈ 6 സെറ്റ് ഇക്വേഷനിൽ ഏതാണെന്ന് യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഒരു കാര്യം ചെയ്യണം. അതായത് x പ്ലസ് 2 നമ്മൾ a ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 2x² പ്ലസ് 6x പ്ലസ് 5 പ്ലസ് b ആയി റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും എയും ബിയും കണ്ടുപിടിക്കുക. അതിനുശേഷമാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ സെറ്റ്, നമ്മൾ പറഞ്ഞ ഈ സ്പെഷ്യൽ ഇൻ്റഗ്രൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ തേർഡ് പോർഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. 5 ടൈപ്പ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ട്. അതൊരു ബോക്സിലൊക്കെ ഇട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. അതിനുശേഷം വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ dx ബൈ x+1 ഇൻറ്റു x+2, ഇൻ്റഗ്രൽ x dx ഡിവൈഡഡ് ബൈ x-1² ഇൻറ്റു x+2, ഇൻ്റഗ്രൽ 3x പ്ലസ് 5 ഡിവൈഡഡ് ബൈ x³ മൈനസ് x² മൈനസ് x+1 dx. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഈ പറയുന്ന 5 സെറ്റ് വളരെ തറവായിട്ട് പഠിക്കുക. വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അതായത് ഇൻറ്റഗ്രേഷനിലെ പ്രോഡക്റ്റ് റൂള് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻസ്. വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ e⁻x sin x dx, ഇൻ്റഗ്രൽ x cos x dx, ഇൻ്റഗ്രൽ log x dx. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പാർട്ട്, അതായത് ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിൽ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഈസി ആയിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്ന ഫംഗ്ഷനുകളെ 1 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ 1 ഇൻറ്റു 2 1 എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്ന ഫംഗ്ഷൻ. യെസ്. ദെൻ ഇൻ്റഗ്രൽ log x dx നമുക്ക് രണ്ടാമതായിട്ടൊരു ഫംഗ്ഷനെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. സോ അവിടെ ഒരു 1 ഇട്ട് കൊടുക്കുക. അതായത് ഇൻ്റഗ്രൽ log x ഇൻറ്റു 1, ഇൻ്റഗ്രൽ log x ഇൻറ്റു 1 dx. അടുത്തത് എന്ന് പറഞ്ഞാൽ 5, ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) dx. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് e⁻x f(x). ഒരു എക്സാമ്പിൾ ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു sin x പ്ലസ് cos x dx. ഇവിടെ sin x ആണ് f(x), cos x ആണ് അതിൻ്റെ f'(x). അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് e⁻x sin x ആയിരിക്കും. ഓക്കെ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ചിലപ്പോൾ മേ ബി 2 മാർക്കിൻ്റെയോ ചെറിയ രീതിയിലായിരിക്കും ചോദിക്കുന്നത്, പക്ഷേ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ 6 എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് എ സമ്മായിട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ നോക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ അത് പഠിക്കാൻ നോക്കുക. പുറത്തുനിന്നുള്ള നോട്ട്സും കവർ ചെയ്ത് അത് പഠിക്കുക. ലിമിറ്റ് ഓഫ് എ സം 4 മാർക്കിൻ്റെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് അടുത്തത്. അതിനകത്ത് തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ പഠിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതും കവർ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 8 ആണ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ. അതിനകത്ത് 7 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ചാപ്റ്ററാണിത്.
ഇതിനകത്ത് മെയിനായിട്ടൊരു നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ആകെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുള്ളൂ. അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി കർവ്, പിന്നെ ഏരിയ ബിറ്റ്വീൻ 2 കർവ്. ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുള്ളൂ. നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ടെക്സ്റ്റുള്ളൂ, അത് നിങ്ങൾ വൃത്തിയായിട്ട് നോക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പ്രത്യേകിച്ച് ഏരിയ ബിറ്റ്വീൻ 2 കർവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ രണ്ടിനും യൂസ് ചെയ്യുന്നുണ്ട്, വളരെ ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a² - x² dx എന്നുള്ള കാര്യമാണ്. ഇൻ്റഗ്രൽ a² - x² dx എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ പറയുന്ന 2 ടൈപ്പിന് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഈ ചാപ്റ്ററിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. 6 മാർക്ക്, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ചാപ്റ്ററുകളിൽ ഏറ്റവും കുറവ് മാർക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് കുറച്ച് ലിമിറ്റഡ്, അതായത് 5 ടോപ്പിക്കാണുള്ളത് മെയിനായിട്ട്. ഈ 5 ടോപ്പിക്കും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങളത് കറക്റ്റായിട്ട് പഠിക്കുക. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓർഡർ ആൻഡ് ഡിഗ്രി, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് അതിൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി കണ്ടുപിടിക്കാനുള്ള ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓർഡർ ഓക്കെ, ദെൻ ഡിഗ്രി എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ മാത്രമുള്ളൊരു സംഭവമാണ്. സോ ട്രിഗ്നോമെട്രിക് ടേമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിഗ്രി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 3 ഫോം നമുക്കറിയാം. അതിനകത്ത് ഫസ്റ്റ് ഫോമാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. അതായത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ LHS RHS, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും ഒരേ ടേമുകളെ നമ്മൾ മാറ്റുക. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് എക്സിൻ്റെ ടേമുകളെ മൊത്തം മാറ്റുക, റൈറ്റ് സൈഡിലേക്ക് വൈയുടെ ടേമുകളെ മൊത്തം മാറ്റുക. ദെൻ അതിനെ ലെഫ്റ്റ് സൈഡിൽ എക്സ് വെച്ച് വിത്ത് റെസ്പെക്റ്റ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിൽ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് 2 സൈഡിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വേരിയബിൾ സെപ്പറബിൾ ഫോം. അതായത് ഇൻ്റഗ്രൽ f(x) dx = ഇൻ്റഗ്രൽ f(y) dy ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ദെൻ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് നമുക്ക് ഈ രീതിയിൽ 2 സൈഡിലേക്ക് നമുക്ക് ഓരോ ടേമുകളെ സെയിം ആയിട്ടുള്ള ടേമുകളെ മാറ്റാൻ പറ്റുന്നില്ല, സെയിം വേരിയബിൾ ഉള്ള ടേമുകളെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ സമയത്ത് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകണം. ദാറ്റ് ഈസ് പുട്ട് y = vx എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകണം. നിങ്ങൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് വീണ്ടും നിങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx + py = q എന്ന് പറയുന്ന ഫോമിൽ വരുന്ന ഇക്വേഷൻ. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന 4 മാർക്കിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. അതിനകത്ത് dy/dx + py = q ആണ് അതിൻ്റെ ഫോം. അതിനകത്ത് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഇൻ്റഗ്രേഷൻ ഫാക്ടർ, അതായത് IF എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ e⁻p⁴dx ആണ്. e⁻p⁴dx. Then y into integration factor equal to integral q into integration factor dx plus c. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ 10 ആണ്, വെക്റ്റേഴ്സ്. അതായത് +2 മാത്സിൽ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏകദേശം 7 to 8 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു വെക്റ്റർ എങ്ങനെ 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ എങ്ങനെ ഫോം ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ദെൻ അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് യൂണിറ്റ് വെക്റ്റർ. ഒരു വെക്റ്റർ തന്നിട്ട് അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു യൂണിറ്റും കൂടെ തന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിറ്റ് വെക്റ്ററിനെ നമുക്ക് തന്നിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഫൈൻഡ് ദ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം യൂണിറ്റ് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ക്വാണ്ടിറ്റി കൊണ്ട് യൂണിറ്റ് വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഈസിയാണ്. ദെൻ സ്കെയിലാർ പ്രോഡക്റ്റ് ഉണ്ട്. സ്കെയിലാർ പ്രോഡക്റ്റ് വെച്ച് ആംഗിൾ കണ്ടുപിടിക്കും. 2 വെക്ടറുകളുടെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദിക്കാറുണ്ട്. 2 വെക്ടർ തന്നിട്ട് അതിനകത്തുനിന്ന് ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത്. അതായത് θ = cos inverse a.b / mod A mod b. ഇതിനകത്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡോട്ട് പ്രോഡക്റ്റ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഓൺ അനദർ വെക്ടർ. അതായത് എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ പ്രൊജക്ഷൻ ഓൺ ബി എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് a.b / modulus b. a.b / modulus b. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഓൺ അനദർ വെക്ടർ. ഓക്കെ, ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ, പ്രൂവ് ദാറ്റ് വൺ ട്രയാങ്കിൾ ഗിവൺ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൂഫ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്.
നിങ്ങൾ അതിൽ കൂടെ പാസ് ചെയ്യുക. ദെൻ സ്കെയിലാർ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ക്രോസ് പ്രോഡക്റ്റ് ആണ്. തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ മോഡുലസ് ബി. നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റ് വെച്ച് ആംഗിൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ ബൈ മോഡുലസ് ബി. ഇവിടെ വരുമ്പോൾ അതെങ്ങനെയായി? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എ ക്രോസ് ബി ബൈ മോഡുലസ് എ മോഡുലസ് ബി. ഇവിടെ ചോദിക്കാൻ, അതായത് ഈ പറയുന്ന ക്രോസ് പ്രോഡക്റ്റ് വെച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ട്രയാങ്കിളിൻ്റെ ഏരിയ, പാരലോഗ്രാമിൻ്റെ ഏരിയ, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 11 ആണ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഇത് 8 മാർക്ക്, അതായത് 8 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. വെക്ടറിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വെക്ടറിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെക്ടർ കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 3D എന്ന് പറയുന്ന ചാപ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് 2 സെക്ഷനാണ്. ലൈൻ്റെ സെക്ഷനുണ്ട്, പ്ലെയിൻ്റെ സെക്ഷനുണ്ട്. ലൈൻ്റെ സെക്ഷനിൽ പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഇക്വേഷൻസ്, ബാക്കി പ്രോബ്ലംസ് ഒന്നും പറയുന്നില്ല, ഏതാണ് പോർഷൻ എന്നുള്ള കാര്യം മാത്രം പറയുന്നു. ദാറ്റ് ഈസ് ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒന്നാമത്തെ. പിന്നെ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്. ആ ചോദ്യം ഒരു 3-4 തവണ ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ. പിന്നെ ഉള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. 2 ലൈനുകൾ പാരലാണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടമാനം, അതായത് ധാരാളം ഇക്വേഷൻസ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈനിൽ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ഡയറക്ഷൻ റേഷ്യോ പ്രോബ്ലം, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. പാസിങ് ത്രൂ 2 പോയിൻറ്റ്സ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്ത സെക്ഷൻ പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ ഒരു 4-5 സെക്ഷൻ പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്ന് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിങ് ത്രൂ എ പോയിൻ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു അതർ പ്ലെയിൻ എന്ന് പറയുന്ന സംഭവം. ദെൻ പാസിങ് ത്രൂ 3 പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ. മൂന്നാമതായിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ പ്ലെയിൻ, 2 പ്ലെയിനുകൾ പാരലായിട്ടുള്ള പ്ലെയിനുകളുടെ ഡിസ്റ്റൻസ്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ. പിന്നെ ഉള്ളത് പ്ലെയിനിൻ്റെ ഇൻ്റർസെപ്റ്റ് ഫോം വെച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വീണ്ടും പറയുകയാണ്, ഇതിനകത്ത് ധാരാളം ഇക്വേഷൻസ് ഉണ്ട്. അത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള കാര്യം വെക്ടറിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് 3D എന്ന് പറയുന്നത്. സോ വെക്ടർ കറക്റ്റായിട്ട് പഠിച്ച് 3Dയിലെ ഇക്വേഷൻ പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 12 ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഒരു ഒറ്റ ടൈപ്പ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് ഒറ്റ ടൈപ്പാണ്. അതായത് ഇസഡും അതിൻ്റെ കൺസ്ട്രെയിൻസും തന്നിട്ട് അത് മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനാണ് പറയാറ്. മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളത് വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ദെൻ ഗോയിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ 13 ആണ്, പ്രോബബിലിറ്റി. അത് ഏകദേശം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിനകത്ത് കുറച്ച് സെക്ഷൻസ് ഉണ്ട്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻസിൻ്റെ ഒരു സെക്ഷൻ, 2 ബയസ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ബയസ് തിയറം. മൂന്നാമത്തെ റാൻഡം വേരിയബിൾസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സെക്ഷനിൽ കൂടെയൊക്കെ പാസ് ചെയ്യുക. ഇപ്പോൾ ഓവറോൾ നമ്മൾ ഏകദേശം ഒരു 13 ചാപ്റ്ററിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സൈഡുകളിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, ഇക്വേഷൻസ് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്യുക. സോ നമ്മുടെ ഈ ഒരു സെക്ഷൻ കൂടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇനി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു സെക്ഷനിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.